വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഒന്നിച്ചതുപോലെ കാണാൻ, അഭിസംബോധന ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ കഴിഞ്ഞ വർഷം ഞാനുമായി ബന്ധപ്പെടുകയും പരിചയപ്പെടുകയും സുഖഭാവത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഭാഗ്യമായി കരുതുന്നു. ഒത്തിരി പഠിക്കാതെ പോയിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഏറെ സന്തോഷവും നന്ദിയുണ്ട്. യോഗ പഠിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. യോഗ വളരെ നാൾക്ക് മുമ്പ് ഡിഗ്രി പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് യോഗ പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വിഷയമായി ഞാൻ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നത് റിട്ടയർമെന്റിനോട് ബന്ധപ്പെട്ട് അത്രയും വൈകി ആധികാരികതയായി തീർച്ചും അത് നഷ്ടമായി പോയി എന്ന് എനിക്ക് വിചാരമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ആ നഷ്ടം നികത്താൻ വേണ്ടി ഞാൻ ആവുന്നത്ര ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു വിചാരിക്കുകയാണ്. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ഏറെക്കുറെ ധാരണയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള അമൂല്യമായ സമ്പത്ത് മുത്തുകൾ എന്നതിനെ എടുത്തു പറഞ്ഞു. ആ മുത്തുകളിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു മുത്താണ് യോഗ. പതഞ്ജലി മഹർഷി യോഗസൂത്രയിലൂടെ ക്രോഡീകരിച്ച് ക്രമീകരിച്ച് ഈ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊരു കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി നമുക്ക് കോളനിയിലായിരുന്നു കൊണ്ടോ ലോകത്ത് വ്യാപിപ്പിക്കാൻ സാധിക്കായിരുന്നു കൊണ്ടോ എന്നുള്ളതാണ്. അത്രമാത്രം സാധാരണക്കാരുടെ ഇടയിലേക്ക് യോഗ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല. അത് ആശ്രമങ്ങളിൽ പലപ്പോഴും ഒതുങ്ങി നിന്നു. അത് മുനിമാരുടെയും യോഗികളുടെയും സന്യാസിമാരുടെയും ഒരു കാര്യമായി അതങ്ങ് മാറ്റി നിർത്തി. പക്ഷെ അതല്ല, യോഗ സർവർക്കും വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവ് ഈ അടുത്ത കാലത്ത് നമുക്കുണ്ടായി. യോഗയുടെ പ്രാധാന്യം എല്ലാ മേഖലയിലും പെട്ടവർക്ക് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമാണെന്നുള്ള തിരിച്ചറിവ് ഈ അടുത്ത കാലത്തുണ്ടായി. അതിപ്പോ ഭാരതത്തിൽ എല്ലായിടത്തുമായി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ലോകം അത് അംഗീകരിച്ചു എന്ന് നമ്മൾ അറിയുന്നു. ലോകം അത് അംഗീകരിച്ച് 21-ാം തീയതി ജൂൺ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനിച്ചിരിക്കുന്നത് പാലിക്കപ്പെടുകയും ചെയ്യും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പേപ്പറിൽ നിന്ന് വന്നൊരു വാർത്ത വായിച്ചു കാണാം. ഇന്നത്തെ ഈ മഹാമാരിയുടെ വേളയിൽ സ്വാശ്രയാരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ യോഗയും പ്രാണായാമവും പ്രത്യേകിച്ച് അനിവാര്യമായി ഓരോരുത്തരും അനുഷ്ഠിക്കണം. സ്വാശ്രയാരോഗ്യത്തിന് അതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പരം എന്താണ് നമുക്ക് ഒരു അംഗീകാരമായി കിട്ടേണ്ടത്? അപ്പൊ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ യോഗയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ലോകം സമ്മതിച്ചിരിക്കുന്നു. പലപ്പോഴും പലരും ഇതിനെ ഒരു വ്യായാമം എന്ന നിലയിൽ മാത്രമായി ചുരുക്കി കാണാറുണ്ട്. ഞാന് യോഗയുടെ എന്താണ് പുനഃസ്ഥാനത്തെത്തിയെന്നൊന്നും പറയല്ല, അതിന്റെ പടവുകളിലേക്ക് കാല് നിർത്തിയിരിക്കുന്ന ശിശു മാത്രമാണ്. എന്റെ ചുരുങ്ങിയ പരിമിതമായ അറിവിനുള്ള എനിക്ക് പറയാൻ കഴിയും, ഉറപ്പിച്ച് പറയാൻ കഴിയും, യോഗ വ്യായാമമായി അതിനെ ചുരുക്കി കാണാൻ പാടില്ല. ഒരു മനുഷ്യന്റെ സമസ്തമായ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് അവന്റെ സമഗ്രമായ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യം, സന്തോഷം, ആനന്ദം എങ്ങനെ വളർത്താം, നിലനിർത്താം എന്ന് അവനെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്രവും കലയുമാണ് യോഗ. ഞാൻ ശാസ്ത്രം എന്ന് പറയുമ്പോൾ യുക്തിഭദ്രമായതുകൊണ്ടാണ്. ആ 2 പദവും തന്നെ നമുക്ക് ധാരാളം സമയം എടുത്ത് പറയാൻ കഴിയും. നിങ്ങള് യോഗയുടെ പാതയിൽ എന്ന് പറയുന്ന ആചാര്യ അജലീഷിന്റെ പുസ്തകം സൗകര്യം വരുന്ന കിട്ടിയോ വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും
എന്നതിനകത്ത് വളരെ വ്യക്തമായി അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരമാദ്യം കരുതർമ്മ സാധനം. എന്റെ ഈ ശരീരത്തെ എനിക്ക് വ്യക്തമായിട്ട് പരിപാലിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? എന്റെ ഈ ശരീരം സമ്പുഷ്ടമായിരുന്നാൽ, സുസ്ഥിതിയിലായിരുന്നാൽ മാത്രമാണ് എന്റെ കർമ്മം കൃത്യമായി അനുഷ്ഠിക്കാൻ എനിക്ക് സാധിക്കൂ. ഒരമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഡ്രൈവർ എന്ന നിലയിൽ, ഏതു മേഖലയിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോഴാകട്ടെ, ജീവിക്കുമ്പോഴാകട്ടെ, അവൻ അത് തുടരാൻ ഭംഗിയായി ആ കർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കണമെങ്കിൽ അവന്റെ ശരീരം ഫിറ്റായിരിക്കും. യാതൊപ്പം വേണ്ട. അപ്പൊ ശരീരത്തെ ഫിറ്റാക്കി സുസ്ഥിതിയിലാക്കി നിർത്തണം. 1. 2, ശരീരം മാത്രമല്ല അവനുള്ളത്. ശരീരം മാത്രമുള്ള ആർക്കും കണ്ണും മുക്കും ജീവിയൊക്കെ ഉണ്ട്, ഡെഡ് ബോഡിക്കുണ്ട്. പക്ഷെ അവൻ കേൾക്കുന്നില്ല, അവൻ കാണുന്നില്ല. അവനിലൊരു ജീവനുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. അതിനെ കണക്കാക്കി വേണം അവന്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവനൊരു ചിത്തമുണ്ട്. ആ ചിത്തത്തെ അവൻ ബോധത്തോടെ കണ്ട് ആ ചിത്തത്തെ അവൻ അവന്റെ കൺട്രോളിലാക്കി നിർത്താൻ സാധിക്കണം. അതുകൊണ്ട് യോഗ സൂത്രത്തിൽ പറയും യോഗ ചിത്തവൃത്തി നിരോധ. അപ്പോ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും, അത് ഒന്നും കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ സമൂഹത്തിന്റെയും സുസ്ഥിതിയിലാണ് അവന്റെ ആരോഗ്യം നിലകൊള്ളുന്നത്. ആരോഗ്യം ശരീരത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒന്നല്ല. ശരീരവും മനസ്സും ആത്മാവും ഒന്നും കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അവന്റെ സാമൂഹ്യ ചുറ്റുപാടുകളും കൂടി ചേർന്ന് സുസ്ഥിതിയിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെ കുറിച്ച് തന്നിട്ടുള്ള നിർവചനം രോഗമില്ലായ്മയല്ല ആരോഗ്യം. രോഗമില്ലായ്മയല്ല ആരോഗ്യം. പിന്നെന്താണ് ആരോഗ്യം? ഞാൻ ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ്, യോഗ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ഒരാളുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികവുമായ സുസ്ഥിതിയിലാണ് ആരോഗ്യം കൊള്ളുന്നത് എന്നുള്ളതാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ 1-2 ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആരോഗ്യത്തെ കുറിച്ച്, ശരീരത്തിന്റെ ക്ഷേമത്തെ കുറിച്ച് ഒരു തർക്കം ഉണ്ടാവില്ല. മനസ്സിന്റെ യാതൊരു കാര്യമില്ല. കാരണം ഇന്നിപ്പോ എത്രയോ പേര് പലപ്പോഴും നാം കേൾക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു. അറിവുള്ളവർ എന്ന് പറയുന്നവർ ആത്മഹത്യ ചെയ്യുന്നു, വിദ്യാഭ്യാസമുള്ളവർ എന്ന് പറയുന്നവർ ആത്മഹത്യ ചെയ്യുന്നു, സമൂഹത്തിന്റെ ഉന്നത തലത്തിൽ വിരാജിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് കാരണം? ചിത്തം തകരാറിലായിരിക്കുന്നു. അതുകൊണ്ട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, ജോലി ചെയ്യുന്നവർക്ക് സമ്മർദ്ദ പ്രശ്നങ്ങൾ, അവർക്ക് അവിടെയും വിഷയം ഉണ്ടാകുന്നു. ചിത്തം ശരിയല്ല. ചിത്തം ശരിയാകാതിരിക്കുന്നിടത്തോളം കാലം ഒരു സമൂഹം ശരിയാവുകയില്ല. അപ്പോ ശരീരത്തിന്റെ സുസ്ഥിതി വേണം, മനസ്സിന്റെ സുസ്ഥിതി വേണം. അവനൊരു ആത്മതലമുണ്ട്. ഒരു മൃഗവും മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു ആത്മബോധം, പ്രകൃതി ബോധം അവനുണ്ടാകണം. ഒരു കോൺഷ്യസ് എനർജിയെ കുറിച്ച് അവന് ബോധം ഉണ്ടാകണം. ആ കോൺഷ്യസ് എനർജിയിൽ നിന്നാണ് ഞാനും നീയും, നമ്മൾ ഒന്നാണെന്ന് പറയുന്ന ഒരു തലം ഉണ്ടാകുന്നത്. അപ്പൊ ഒന്നായി നിന്നേക്ക് രണ്ടൊന്ന് കണ്ടകളെ ഉണ്ടായിട്ടുണ്ടകലം ഉണ്ടാവതല്ലെന്ന് പറഞ്ഞ ഒരു തത്വത്തിന്റെ തലത്തിലേക്ക് നാം ഉയരുമ്പോൾ എന്താണ്? ഞാനും നീയും തമ്മില് സഹോദരങ്ങളെ പോലെ, സഹോദരങ്ങളാണ്, സഹോദരന്മാരാണെന്ന് പറയുന്നത് കൊണ്ടാ, ഒന്നിൽ നിന്നുളവായത് കൊണ്ടാണ്. ഈ ഒന്നിൽ നിന്നുളവായത് കൊണ്ട് എനിക്ക് നിങ്ങളെ വെറുക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് എന്നെ വെറുക്കാൻ സാധ്യമല്ല. എന്നിലുള്ള പെശകുകൾ നിങ്ങളിലുള്ള പെശകുകളായി കണ്ട് പരിഹരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നാം ഒന്നായി തീരുന്നത്. അപ്പൊ ഒന്നിൽ നിന്നുളവായി എന്ന് പറയുന്ന ബോധ്യത്തിൽ നിന്ന് മാത്രമേ അടിസ്ഥാനപരമായ സാഹോദര്യത്തിന്റെ തലത്തിന് ഉറപ്പുണ്ടാവുകയുള്ളൂ. ഈ കാഴ്ചപ്പാട് വളർത്തേണ്ടിയിരിക്കുന്നു. അല്ല ചുമ്മാ കൂടെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിക്കാൻ പറയണം, എന്റെ എടാ നീ ചേട്ടനെ നീ നിങ്ങൾ ഒന്നല്ലടാ, എന്റെ വയറ്റിൽ നിന്ന് പോകുന്നതല്ലടാ. അപ്പൊ ആ സഹോദരങ്ങളെ പോലെ ഈശ്വര ചൈതന്യത്തിൽ നിന്നും ഒന്നായി ഉളവായതാണ് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ സഹോദരങ്ങളല്ലേ എന്ന് പറയുന്ന തലത്തിലേക്ക് ഈശ്വര ബോധസങ്കല്പത്തെ വളർത്തി സമുന്നതമായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതും ആരോഗ്യത്തിന്റെ തലത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആരോഗ്യം എന്ന് പറയുന്നത് അതിന്റെ തലത്തിൽ എത്തുന്നത്. അപ്പൊ ഈ ആരോഗ്യ പരിപാലനത്തിന് ഞാൻ ആദ്യം പറഞ്ഞ ശരീരത്തിന്റെയും
മനസ്സിന്റെയും ആത്മാവിന്റെയും സമൂഹത്തിന്റെയും സുസ്ഥിതി ഇതെല്ലാം പരിപാലിച്ചുകൊണ്ട് ക്രമപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. അവസാനം പറഞ്ഞൊരു ഭാഗം കൂടി ഞാൻ ചുരുക്കിയ സമയം ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് കുറവാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമൂഹത്തിന്റെ സുസ്ഥിതിയിൽ എന്താണ് കാര്യം? പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. മതിലുകൾ, വലിയ മതിലുകൾ, മതിലുകൾക്കും മുകളിൽ കുപ്പിച്ചില്ലുകൾ, പിന്നെ മനോഹരമായ വലിയ ഗേറ്റുകൾ, ആ ഗേറ്റുകൾക്ക് മുന്നിൽ പട്ടിയുണ്ട് എന്ന് പറയുന്ന ബോർഡുകളുമാണ് നമുക്ക് ഇന്ന് നമ്മുടെ സംസ്കാരമായി മാറിയിരിക്കുന്നത്. പക്ഷെ ഒന്നറിയണം, ഒരു കലാപമാ നിറഞ്ഞൊരു പ്രദേശത്ത് ഞാൻ നിങ്ങൾ വീട് വെച്ച് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാളൊരു സ്ഥലം മേടിച്ച് വില വെച്ച് പണിയാൻ താമസിക്കാൻ തുടങ്ങുമ്പോൾ അവിടത്തെ സാമൂഹ്യ സ്ഥിതിയെ കുറിച്ച് അവൻ അന്വേഷിക്കും. എന്നും അക്രമവും കലാപവും ഉള്ള ഒരു സ്ഥലത്ത് അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുടിവെള്ളം കിട്ടാത്ത, കിണറ്റാത്തിയാൽ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് അവൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും സുരക്ഷിതമാണ് എന്ന് ഉറപ്പോടുകൂടി പുറത്തിറങ്ങാൻ കഴിയാത്തൊരു നാട്ടിൽ എങ്ങനെ ജീവിക്കുക? എന്റെ മകള് വീട്ടിൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ സുരക്ഷിതയാണ് എന്ന ബോധമില്ലാത്തൊരു നാട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കുക? അപ്പൊ എന്റെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിന്റെ നന്മയിലും കൂടിയാണ് എന്റെ സന്തോഷം. എന്റെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിന്റെ സന്തോഷത്തിലും കൂടിയാണ് എന്റെ സന്തോഷം. അപ്പൊ എന്റെ സന്തോഷത്തിൽ എന്റെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിന്റെ സന്തോഷവും കൂടി കൊള്ളുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ സന്തോഷവും കൂടി എന്റെ മനസ്സന്തോഷത്തിൽ കൂടി കൊള്ളുന്നു. ഈ സന്തോഷത്തിന്റെ ആകത്തുകയാണ് സന്തോഷമെന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് മാത്രമായി സന്തോഷമില്ല, എന്റെ വീടിന് മാത്രമായി സന്തോഷമില്ല. കുഞ്ഞുണ്ണി മാഷ് ചൊല്ലും, എനിക്കും ഞാനും പത്നിയും വാർദ്ധിത സ്വാഹ, ഞാനും പത്നിയും കുഞ്ഞും വാർദ്ധിത സ്വാഹ. രണ്ടാമത്തെ, ഞാനും എന്റെ ഭാര്യയും കൊച്ചും നന്നായി ഇരിക്കുന്നതാണ്. അത് ആദ്യത്തെ ലൈനാണ്. രണ്ടാമത്തെ ലൈൻ അത് മനോഹരമാണ്. എന്തെന്നറിയോ? ഞെട്ടിപ്പോകുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനും പത്നിയും കുഞ്ഞും വർദ്ധിത സ്വാഹ, അന്യാനാം ഉണ്ടാവണ്ടി വർദ്ധിത സ്വാഹ. എന്താണ് അന്യാന? മറ്റുള്ളവർക്കൊക്കെ ഞാനും എന്റെ പത്നിയും കൊച്ചും നന്നായിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കും, തെറ്റില്ല. പക്ഷെ അതിന്റെ കൂടെ ഒരു വാചകം കൂടി നമ്മളിപ്പോ കൂട്ടിച്ചേർത്ത് ആഗ്രഹിക്കുകയാണ്. അതാണ് മറ്റുള്ളവർക്ക് സർവ്വകുണ്ടാവണ്ടിയും ഗതികേടുകളും വർദ്ധിത സ്വാഹ, വർദ്ധിച്ചു വരട്ടെ എന്ന്. എനിക്ക് സന്തോഷം ഉണ്ടാകട്ടെ 100 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ, പക്ഷെ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകട്ടെ എന്ന് ഞാൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മനസ്സ് കലുഷിതമായി തീർന്നിരിക്കുന്ന ഇന്നത്തെ ഈ കാലയളവിൽ രക്ഷ ഇവിടെ എന്നൊരു ചോദ്യം. അപ്പൊ പറയും യോഗയിൽ എന്ന് പറയുമ്പോ എല്ലാവരും രക്ഷ ഇവിടെ. ഞാൻ ആദ്യം പറഞ്ഞത് യുക്തിഭദ്രമായതുകൊണ്ടാണ് യോഗ. കാരണം യോഗ എന്ന് പറയുമ്പോൾ പല ആളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് യോഗയിൽ ഇങ്ങനെ കൈയും കാലൊക്കെ ഒന്ന് പണിച്ചിരിക്കുക, പത്മാസനത്തിലിരിക്കുക, ശീർഷാസനം നിൽക്കുക, ഒക്കെ യോഗ എന്നാണ്. അതൊരു പടവ് മാത്രമാണ്, അതൊരു പടവ് മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ലോക സമസ്തോ സുഖിനോ ഭവന്തു. ആ പ്രാർത്ഥനയിൽ നിന്നാണ് യോഗ ആരംഭിക്കുന്നത്. നമ്മളെ സങ്കല്പത്തിലാണ് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവർക്കും സന്തോഷമാണ്, ആർക്കും ദുഃഖമില്ലാത്ത അവസ്ഥയാണ്. അവിടെ യോഗ പഠിപ്പിക്കുന്ന ആചാര്യൻ നിന്നിട്ട് പറയുന്നത് സഹനാവതു സഹനോ പുനത്തു സഹവീര്യം കരവാവഹൈ തേജസിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. വിദ്വാൻ ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് ശക്തിയാർജിക്കാം, ഇതിൽ നമുക്ക് ഒന്നിച്ച് വീര്യം ഉൾക്കൊള്ളാം, നമുക്ക് അന്യോന്യം കലുഷിതമില്ലാതിരിക്കാം. അതാണ് ഇതിലേത് ഈശ്വരനുള്ളത്? ഇവിടെ മതമിരിക്കുന്നത് അന്യോന്യം കലുഷിതമില്ലാതിരിക്കാം, അന്യോന്യം ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് സഹവീര്യം ഉൾക്കൊള്ളാം. എവിടെയാണ് ഇതിനകത്ത് മതം? ഇത് മതമല്ല, മതാതീതമായ ആത്മീയതയുടെ തലമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ബോധമുള്ള ആർക്ക് ഉൾക്കൊള്ളാം. ആചാരണത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കപ്പുറം ദൈവീകതയുടെ തലത്തിൽ ഒരു മനുഷ്യൻ ഉയർത്തി നിർത്താൻ കഴിയുന്നുവെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത്.
അത് അർത്ഥത്തെ കാണാൻ പഠിക്കണം. എന്നിട്ട് ഇത് പഠിച്ചിട്ട് ആരെങ്കിലും ഒക്കെ വ്യക്തമായി യുക്തമായി വിമർശിക്കട്ടെ, തെറ്റില്ല. പക്ഷെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുന്നു മാത്രമേ എനിക്ക് പറയുന്നത്. യോഗ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ചിത്തവൃത്തി നിരോധക. എന്താണ് ഈ ലോകത്ത്? വെള്ളത്തിന്മീതെ നടക്കണം, വെള്ളത്തിന്മീതെ നടക്കാം, തീമീതേ തുള്ളണം, ആനപ്പുറത്ത് ഉലാത്തല, സിംഹത്തെ മെരുക്കി നടത്തണം, സിംഹത്തെയൊക്കെ മെരുക്കി നമുക്ക് നടത്താം, ഒക്കെ ചെയ്യാം. ആരെയും സ്നേഹിക്കാം, ആരെയും കീഴ്പ്പെടുത്താം. പക്ഷേ എന്റെ മനസ്സ് എൻ കൈക്കുമ്പിളിൽ നിർത്തലാം പണിപ്പെടുക. എന്റെ മനസ്സിനെ എന്റെ കൈക്കുമ്പിളിൽ ഒതുക്കി നിർത്താൻ ചെറുപ്പാടാണ്. വീരന്മാർക്ക് പറ്റിയിട്ടുള്ളത് അവിടെയാണ്. സ്വന്തം മനസ്സിനെ ഏകാഗ്ര ചിത്തമാക്കി നിർത്താനുള്ള പ്രയാസം. യോഗ അതാണ്, ചിത്തവൃത്തി നിരോധ. അവന്റെ ചിത്തത്തെ നിയന്ത്രിക്കാൻ അവനെ പരിശീലിപ്പിക്കുക. നല്ലൊരു ഡ്രൈവ് ചെയ്യുമ്പോൾ അവന്റെ ശ്രദ്ധ എവിടെ അവൻ ജോലി ചെയ്യുന്നു അവിടെയാണെങ്കിൽ ആ ജോലി ഭംഗിയായിരിക്കും. ഒരു വീട്ടമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉപ്പിടേണ്ടടുത്ത ശ്രദ്ധയുണ്ടെങ്കിൽ ഉപ്പ് പാകമായിരിക്കും. പാത്രം കഴുകുമ്പോൾ പാത്രം ശ്രദ്ധിക്കുന്നുവെങ്കിൽ താഴെ പോകാതിരിക്കും. ചായപ്പൊടി ഇടുമ്പോൾ ചായപ്പൊടി കൃത്യമാണെങ്കിൽ ചായ നന്നായിരിക്കും. ഇത് യോഗയാണ്. അപ്പൊ ഇത് ആർക്ക് യോഗ? യോഗ ജീവിച്ചിരിക്കുന്നവർക്കും കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ളവർക്കും വേണ്ടവണ്ണം ചെയ്യാൻ മനസ്സുള്ളവർക്കും ഒക്കെ യോഗ താല്പര്യം. അതുകൊണ്ടാണ് യോഗ ഇന്ന ആളുകൾക്ക്, ഇന്ന വിഭാഗക്കാർക്ക്, ഇന്ന പ്രായക്കാർക്ക്, ഇന്ന ജോലിക്കാർക്കില്ല. പോലീസുകാർക്ക് യോഗ പരിശീലനം കൊടുക്കണം. പല കാലത്തും എനിക്കത് ഭാഗ്യമുണ്ടായി ഇങ്ങനെ ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറയാൻ കാരണം? സംയമനമില്ലെങ്കിൽ മതി പ്രശ്നമുണ്ടാവാൻ. പട്ടാളക്കാർക്ക് പരിശീലനം കൊടുക്കുന്നു, സംയമനം വേണം. ഉന്നത ഉദ്യോഗസ്ഥന്മാർ പരിശീലനം കൊടുക്കുന്നു, സംയമനം വേണം. കാര്യങ്ങളെ വേണ്ടവണ്ണം വിലയിരുത്തി പക്വമായി ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കണം. ചിത്തത്തെ അതുപോലെ ക്രമീകരിച്ച് പരിശീലിപ്പിക്കാൻ ചോദിക്കണം. നമ്മൾ കുട്ടികളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നീ ഉന്നതമായ തലത്തിലേക്ക് കുട്ടികളെ നിങ്ങൾ എന്തുകൊണ്ടാണ് വളരാൻ പറ്റാതെ പോകുന്നു? പലർക്കും ഉന്നതമായി തലത്തിലേക്ക് ഉയർന്നവരുടെ ജീവിത രീതി തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോ ശ്രേഷ്ഠമായ ജീവിത രീതി തുടർന്നവരൊക്കെ ശ്രേഷ്ഠരായി മാറി. നിങ്ങൾക്കും എനിക്കും ശ്രേഷ്ഠമായതിലേക്ക് ഉയരണമോ? ശ്രേഷ്ഠമായ രീതി തുടരണം. എന്ന് വെച്ച് ഗാന്ധിയുടെ നടക്കണമെന്നോ ഇബ്രാഹിം ഇരുന്നോടെ ഇരിക്കണമെന്നല്ല. അവർക്ക് കഠിനാധ്വാനം ഉണ്ടായിരുന്നു, കഠിനാധ്വാനം അനുസരിക്കണം. അവർക്ക് സത്യബോധം ഉണ്ടായിരുന്നു, സത്യബോധം അനുസരിക്കണം. അവർക്ക് ത്യാഗഭാവം ഉണ്ടായിരുന്നു, ആ ത്യാഗഭാവം നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് ഇത് ഈ അർത്ഥത്തിൽ കാണണം എന്ന് ഞാൻ ഇതിനകത്ത് അപേക്ഷിക്കാൻ യോഗ ദിനത്തിൽ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ വാക്കുകൾ ചുരുക്കാം. യോഗ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ കൈകാലം ഒതുക്കിയിരുത്തൽ മാത്രമല്ല, മനസ്സിനെ രൂപാന്തരപ്പെടുത്തലും പരിപക്വപ്പെടുത്തലുമാണ്. അവൻ യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകലാണ്. ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ തീരാത്തൊരു കാര്യമായതുകൊണ്ട് നിങ്ങളെ ഇതിലേക്ക് ഓപ്പണാക്കി തുറന്നിടുക മാത്രമാണ് ചെയ്യുന്നത്. യോഗ 8 പാഠങ്ങൾ ചേർന്നതാണ്. അതിനകത്ത് ആദ്യത്തെ യമമാണ് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യ, പരിഗ്രഹം. ഈ 5 എണ്ണം ഒരു കുട്ടി പരിശീലിക്കുന്നുവെങ്കിൽ പിന്നെ അച്ഛനമ്മയും ഭയപ്പെടേണ്ടതില്ല, ആ സമൂഹം ഭയപ്പെടേണ്ടതില്ല. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇത്രയും കാര്യം പഠിച്ച പിന്നെ ആ കുട്ടി എന്തിനാണ് എവിടെ നശിച്ചു പോവുക? തീർന്നില്ല, നിയമത്തിലേക്ക് വരും. ശുചിത്വം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഈ 5 എണ്ണം പഠിച്ച പിന്നെ എന്തിനാണ് ആ കുട്ടി വഴിവിട്ടിപ്പാൻ സാധ്യത? പിന്നെ എവിടെയാണ് പ്രസക്തി വൈദ്യത്തിനുള്ളത്? ഇത് കഴിഞ്ഞിട്ടാണ് ആസനം വരുന്നത്. ആസനം കഴിഞ്ഞിട്ടാണ് പ്രാണായാമം വരുന്നത്. പ്രാണായാമത്തിൽ നമ്മള് ഇപ്പൊ ചുമ്മാ എരിവെക്കുമ്പോൾ അല്പം വായു വലിക്കുന്നത്, നന്നായി ശ്വാസം വലിച്ചെടുക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഈശ്വരൻ ഈ ഫ്രീ, ഇപ്പൊ ഫ്രീ, ഇപ്പൊ ഞാൻ അടിവരിട്ട് പറയാൻ ഫ്രീ. ഡൽഹിയിലൊന്നും എല്ലാവർക്കും ഫ്രീ അല്ലല്ലോ. ഈ ഓക്സിജൻ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കത്തിക്കാൻ അമ്മമാരൊക്കെ പണ്ട് അടുപ്പിൽ വിറക് വെച്ചിട്ട് ഊതുമ്പോ കത്തില്ല. അപ്പൊ അമ്മ ആ വിറവൊന്നെടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ ഊതും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? ഇപ്പൊ ഊതുന്നില്ലോ, കാരണം ഗ്യാസ് ആയതുകൊണ്ട്. അപ്പോ നമുക്ക് ഈ വായു കിട്ടിയാൽ അത് കത്തുള്ളൂ. എന്നതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഈ ഊർജത്തെ സെല്ലിൽ നിന്ന് കത്തിച്ചെടുക്കണ്ടേ? ഓക്സിജൻ കിട്ടണം, അതിനെ അറിഞ്ഞ് ശ്വസിക്കണം. അപ്പൊ പ്രാണായാമം വരും.
താളത്തിനാക്കും. പ്രണയത്തിന് പല തത്വങ്ങൾ വരും, തീർന്നില്ല, പ്രത്യാഹാരത്തിലേക്ക് വരും. അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ ചിതറി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, വികാരങ്ങളെ ഇങ്ങ് പിടിച്ച് ഒന്ന് ഊതിക്ക് മേടിക്കാമ. അതിന്റെ കാലുകളോ അർത്ഥം കേൾക്കും, മനപ്പം കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ ഉള്ളിലേക്ക് എടുക്കും. പ്രത്യാഹാരം വരും, ധാരണയിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ്, അത് കഴിഞ്ഞ് ധ്യാനത്തിലേക്ക് അവൻ കൊണ്ടുപോകും. ധ്യാനത്തിൽ നിന്ന് സമാധിയിലേക്ക് കൊണ്ടുപോകും. ഈ സമാധിയുടെ അവസ്ഥയിൽ അവൻ ഇങ്ങനെ ഉയർന്നു രാജിക്കും. അവൻ ഈ ഭൗതികമായ ശരീരത്തിന്റെ തലങ്ങളിൽ അപ്പുറം അവൻ മറ്റൊന്നുണ്ടെന്ന് അറിയുന്ന ഒരു തലത്തിലേക്ക് ഉയരും. ഒരു കുപ്പി കള്ളു കുടിച്ചാൽ വീര് 1 മണിക്കൂർ കഴിയുമ്പോൾ പോകും, പിന്നെ കുടിക്കണം. പക്ഷേ ആധ്യാത്മിക തലത്തിൽ അവൻ ഉയർന്നു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ രാജിക്കും. അവൻ അവിടെ കഞ്ചാവ് വേണ്ട, അവനവിടെ മദ്യം വേണ്ട, അവനവിടെ കറുപ്പ് വേണ്ട, അവനവിടെ വീട് വേണ്ട. അവനെ പരിശീലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ തലത്തിൽ ഉയർത്തുമ്പോൾ നല്ലൊരു കുട്ടി ഉണ്ടാകും. ഒരു വാക്ക് പറയട്ടെ, ഉത്തമനായൊരു സന്തതി. അതായിരുന്നു പണ്ടത്തെ സങ്കല്പം. ഉത്തമനായൊരു സന്തതി, ഉത്തമനായൊരു ഭർത്താവ്, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ സങ്കല്പം. ആ ഉത്തമ സന്തതികൾ ഉണ്ടാകുമ്പോൾ ഉത്തമ സമൂഹം ഉണ്ടാകും. ഉത്തമ സമൂഹം ഉണ്ടാകുമ്പോൾ ഈ രാജ്യം നല്ലൊരു സമൂഹമായി മാറും. അതിന് യോഗാചാര്യന്മാർ ചൊല്ലി, യുക്താഹാര വികാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി. ഇത് ഭഗവതിയുടെ ശ്ലോകമാണ്. ഈ യുക്തമായ ആഹാരം, യുക്തമായ ചേഷ്ടകൾ, അതുപോലെ തന്നെ ആഹാര വികാരാദികളെ ക്രമവും യുക്തവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ എന്തില്ല, ദുഃഖമില്ല. ദുഃഖം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ കാര്യം ചെയ്യണം. അതിനെ ആ തരത്തിൽ വിശാല ഹൃദയത്തോടെ കാണാനും ഇനിയെങ്കിലും ഭാരതത്തിന്റെ പൈതൃകത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ മനോഹരമായ മുത്തിനെ സർവാത്മന സ്വീകരിക്കാനും ഓരോരുത്തരോടും സ്നേഹപൂർവ്വം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗ ചെയ്യാൻ യോഗം ഉണ്ടാവണം, അതുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ അവസരത്തിൽ എല്ലാവരും വിനീതമായ നമസ്കാരം. ഇന്ന് വളരെ സന്തോഷ ദിവസമാണ്. യോഗ ദിനമാണ്, യോഗാ ദിനം, അന്താരാഷ്ട്ര യോഗം മുഴുവൻ യോഗയുടെ പ്രാധാന്യം കൊണ്ട് യോഗ ക്രമം അനുഷ്ഠിക്കണം എന്ന് മനുഷ്യനോട് പറയുന്ന പ്രാധാന്യം എടുത്ത് കാണിക്കുന്ന ദിനമാണ്. ഇപ്പൊ നേരത്തെ ഒന്നും നമ്മളെ ആളുകളൊന്നും ഇത് ഞങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ധരിച്ചിരുന്നില്ല. ഇപ്പൊ സ്വാമികളോ യോഗികളോ മുനികളോ ഒക്കെ ചെയ്യേണ്ടതാണെന്ന് ധരിച്ചിരുന്നു. ആരോഗ്യപരിപാലനത്തിന് എല്ലാ അർത്ഥത്തിലും യോഗ ഗുണകരമാണ്, അന്വേഷിക്കേണ്ടതാണ്. ഈ ഒത്തിരി പ്രാധാന്യം കൂടി. എന്താ കാര്യം? കൊറോണ, COVID-19 വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്ത് ഒരു പ്രതിരോധ സൈന്യവും ഇല്ലേ? സൈന്യമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ നമ്മുടെ പട്ടാളക്കാരെ ഏറ്റുകൊണ്ടിരിക്കും. നമ്മുടെ സൈന്യം ശക്തമല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ പുറമേ നിന്നൊരു അണു അല്ലെങ്കിൽ മറ്റെന്തായാലും നമ്മുടെ ഉള്ളിൽ കിടന്ന് നമുക്ക് പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മൾക്കത് പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മളിൽ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതെന്താണ്? നമ്മൾ ഈ മഹാമാരിയെ ചെറുക്കാനുള്ള ശക്തി സ്വയം ആർജിക്കാനുള്ളത്. കാരണം മക്കളി ഭരണകൂടങ്ങൾ നമ്മളെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നതിൽ അർത്ഥമില്ല. ഭരണകൂടങ്ങൾ ചെയ്യാവുന്ന അവർ ചെയ്യണം, വീട്ടിൽ ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യണം, പഞ്ചായത്ത് ചെയ്യാവുന്ന പഞ്ചായത്ത് ചെയ്യണം, അല്ലേ? നമ്മൾ ചെയ്യാവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റ് പല രാജ്യങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും എന്റർടൈൻമെന്റിന് ആവശ്യമായ പാർക്കുകൾ, ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഡയറ്റീഷ്യൻസിന്റെ നിർദ്ദേശങ്ങൾ എത്ര വലിയ ആളും ഡയറ്റീഷ്യനെ കണ്ട് ഭക്ഷണമൊന്നും ചെയ്തു. ഞാൻ എന്താ കഴിക്കേണ്ടത്, എനിക്ക് എന്തൊക്കെയാണ്, എന്തും തിന്ന് വയറിറക്കാമെന്നുള്ളതിനേക്കാൾ അപ്പുറം എൻ്റെ കരുത്തിന് എന്താ വേണ്ടത്, ഏത് ഭക്ഷണം കഴിക്കും, പ്രോട്ടീൻ എത്ര വേണം, മിനറൽസ് എത്ര എനിക്ക് അപ്പം ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമുള്ള ഭക്ഷണം എനിക്ക് ഞാൻ കുറിച്ച് മേടിച്ചിട്ട് അത് പോയി ഡയറ്റീഷ്യൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാറില്ല. യോഗയോട് അതെല്ലാം പെടുന്നു. കാരണം യോഗയിൽ യുക്താഹാര വികാരം എന്ന് പറയുന്നത് ആഹാരം പ്രധാനപ്പെട്ടതാണ്.
എന്ത് കഴിക്കാമെന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് അനുയോജ്യമായ സമയത്ത് വേണ്ടത്ര അളവിൽ കഴിക്കുമ്പോൾ അത് സമയമായി കുറെ കഴിക്കുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ വേദാളത്തിൽ നമുക്ക് ദിവസങ്ങളിൽ ക്ലാസ്സുകളിലേക്ക് ഇങ്ങനെ ഇത് പോകാം. നമുക്ക് അതിനൊക്കെ ഉപകാരപ്രദമായ സംഗതിയാണ് യോഗ എന്ന അറിവോടും ബോധത്തോടും കൂടി നമുക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ളവർ ലോകത്ത് മുഴുവനും ഈ ഒരു ശാസ്ത്രീയമായ കലയെ പിൻപറ്റാൻ അതിൽ കൂടെ കടന്നു പോകാൻ നല്ല ശരീരവും നല്ല മനസ്സും നല്ല ആത്മബോധമുള്ളവരായി കഴിയാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന. നമ്മൾ ഈ പ്രപഞ്ച ചൈതന്യത്തോട് വിധേയപ്പെട്ടിരിക്കും. ഒരു ബോധമുണ്ട് സമുദായ കടലിലെ തുള്ളികൾ. നമ്മൾ ഈ സമുദായ കടലിലെ തുള്ളിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ പ്രപഞ്ചത്തിലെ പരിസ്ഥിതിയുടെ അതിന്റെ ഭാഗമാണ് നമ്മൾ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പൊ അത് നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തോട് നമ്മുടെ ശക്തിയോട് ചേർന്നിരിക്കണം. അപ്പൊ നമ്മൾ ഒരു അല്പനേരം പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചിട്ട് കണ്ണുകൾ അടയ്ക്കാതെ പറയും. കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ ഭൗതിക പുറമേ നിന്നുള്ള ബന്ധത്തെ വിച്ഛേദിച്ചിട്ട് എന്നിലുള്ള ഞാനെന്ന ആത്മതത്വത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണടച്ച് നമ്മൾ ഏകാഗ്രമായി മനസ്സിലേക്ക് നമ്മുടെ ചൈതന്യത്തിലേക്ക് ശ്രദ്ധിച്ചു കൊടുക്കും. പിന്നെ അത് നമുക്ക് ധ്യാനത്തിലേക്കൊക്കെ പോകാം. ധ്യാനത്തിലേക്ക് ചെയ്യാം. നമുക്ക് മെല്ലെ പഠിച്ചു പോകാം. ഏതായാലും ഒരല്പസമയം കണ്ണടച്ചിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് ഒരു ചൈതന്യം ഒരു ചിരാൻ കത്തുന്ന ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശ്വര രൂപങ്ങൾ ശ്രദ്ധിക്കുക. അതിലേക്ക് തന്നെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ആ ചിരാത് കത്തുന്നതിൽ റോസാപ്പൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ വെച്ചോളൂ. ആരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ആ ഭാവത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആ ഭാഗത്ത് ആ ഒരു ഞാൻ ചിരാതൊന്നും എല്ലാത്തിനും വേണ്ടി പറയേ ഒരു ചിരാത് ഇങ്ങനെ കത്തി നിൽക്കുന്നതായിട്ട് വിചാരിച്ചിട്ട് കണ്ണടച്ച് ആ ചിരാതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ നോക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് 101 ചിന്തകൾ കയറി വരും. മനസ്സിലായില്ലേ? വഴക്കൊന്നും വിചാരിക്കേണ്ട, സങ്കടപ്പെടുകയും വേണ്ട, വന്നോട്ടെ. പക്ഷെ അതൊന്നും അല്ല ഇപ്പൊ എന്റെ ശ്രദ്ധ. പോട്ടെ, ഞാൻ ഇപ്പൊ എന്റെ ഈ ചിരാതിലേക്ക് ചൈതന്യത്തിലേക്ക് ദീപത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടുകൂടി ഇരിക്കാം. ചെറിയ പുഞ്ചിരി പോകുന്നതാണ്. മനസ്സിലായി? അപ്പൊ സമുദ്രം കൂടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുന്നു. അപ്പൊ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ കണ്ണടച്ചാണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാകും, ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആവും, പ്രഷർ ഓക്കെ ആവും, ബോഡി കൂളാകും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളിരിക്കും. എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യാം. തിരുമുദ്രയിലിരിക്കാം. തിരുമുദ്രയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പെരുവരിലും ഉണ്ടാകുന്നൊരു യോജിപ്പിച്ച് നാട്ടിൽ നേരെ വെച്ചിട്ട് ഒരല്പനേരം ശാന്തമായി മൗനമായി ഇരിക്കാം. ഇതെന്നും ചെയ്യുമ്പോൾ നിങ്ങൾ ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കണം. ശ്വാസം അറിഞ്ഞ് ഒരു ബലവും കൂടാതെ ശാന്തമായ ഭാവത്തിൽ മെല്ലെ ശ്വസിക്കണം. ബലം പിടിക്കരുത്. എല്ലാ ശരീരത്തിലും സ്വാഭാവികത നിലനിർത്തണം. ആരും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. നമ്മൾ ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് അറിയാം. ഭയപ്പെട്ടവർക്ക് കാര്യമില്ല, പേടിച്ചോട്ട് കാര്യമില്ല. ആ ചൈതന്യം നമ്മളുമായിട്ടാണ് ചേർന്നിരിക്കാൻ. ശാന്തമായി ഓക്കെ. പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പിന്നീട്
വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ ഭാഷയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഓരോ പദത്തിന്റെ ഓരോ വാക്കിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രാണായാമം ചെയ്യേണ്ടത് പ്രാണായാമത്തിൽ വളരെ അത്യാവശ്യമുണ്ട് ചെയ്യും. ശ്വസിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ് ശ്വസിക്കുന്നില്ല. ശ്വസിക്കാത്ത ജീവിതമില്ല, ഇല്ലേ? നമ്മളെല്ലാവരും പക്ഷെ നമ്മൾ അറിയുന്നില്ല. അവർക്ക് നമ്മൾ അറിഞ്ഞാൽ ചിലപ്പോൾ നിന്ന് പോയി. രാത്രിയൊക്കെ നമ്മൾ അറിയുമ്പോൾ ശ്വസിക്കണേ ഒന്ന്. നമ്മൾ സാധാരണ ശ്വസിക്കും 3 തലത്തിൽ നമുക്ക് ശ്വസന പ്രക്രിയയുടെ ഫലം അറിയാം. ഒന്ന്, നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ വയറിന്റെ ഭാഗം അതോ കാർന്ന് ഇങ്ങനെ നന്നായിട്ട് നേരിട്ട് വരുത്തുന്നു കണ്ടോ? അടിഭാഗം വരുന്നു, വയറ് എക്സിന്റെ അടിഭാഗം വെച്ചിട്ട്, പിന്നെ സൈഡ് വെച്ചിട്ട് ജസ്റ്റ് തന്നെ ജസ്റ്റ് മാത്രം. പിന്നെ മോൾ ഭാഗം ടോപ്പ് ഉയരുമ്പോ ഷോൾഡറും ഇങ്ങനെ നന്നായിട്ട് വരുമ്പോ ഉയർന്നു ഷോൾഡർ ഭാഗം. ഇത് മൊത്തം വികസിക്കുമ്പോ അടിയും സൈഡും ജസ്റ്റും ഷോൾഡറൊക്കെ വികസിക്കുമ്പോ ലങ്സ് അതിന്റെ പരമാവധി തലത്തിൽ ഭാവത്തിൽ വികസിക്കും. അപ്പൊ എന്താ ആൾക്ക് ശരിക്കും ഒരു 2-2.5 ലിറ്റർ വായു 5% എപ്പോഴും ബോഡി അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അറിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? വായു ശ്വസിച്ച് നിറയ്ക്കാൻ പറ്റും. അപ്പൊ ആ വായുവാണ് നമ്മുടെ ബ്ലഡില് കൂടെ ഇങ്ങോട്ട് കിട്ടുന്നത്, ഓക്സിജൻ ഇങ്ങോട്ട് കിട്ടുന്നത്, സെല്ലുകളിലേക്ക് കിട്ടുന്നത്. അപ്പൊ അത് അറിഞ്ഞ് ശ്വസിച്ച് അപ്പൊ തന്നെ ബോഡി ക്ലീനായി, ബോഡി സജീവമായി, അഴുക്കുകളൊക്കെ കുറച്ച് നിറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് അറിഞ്ഞൊന്ന് ശ്വസിച്ചു നോക്കാം. ഇങ്ങനെ ഇപ്പൊ വലിയ ഗ്രഹമാണെന്ന് തോണ്ട, സാധാരണ നേരെ ഇരിക്കുക, നേരെ നന്നായി ശ്വസിക്കുക. ഞാൻ 1 പറയുമ്പോൾ നന്നായി ശ്വസിക്കാം. മെല്ലെ വില പിടിക്കണ്ട കേട്ടോ. നമുക്ക് എന്ത് പറ്റുന്നോളൊന്നും ചെയ്താൽ മതി, വാസ് പിടിക്കണ്ട. ഓരോ ദിവസം ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ നമുക്ക് വലിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മെല്ലെ വലിക്കുക, പൂവിടരുന്ന ലാഭത്തോടെ വലിക്കണം. ഒറ്റ വലിച്ചത് നിറയ്ക്കല്ല. അതുപോലെ ബലു പൊട്ടുമ്പോൾ ഇവിടേക്ക് ചെയ്തു. ഇതിനെന്ത് ചെയ്യണം? വളരെ സാവധാനത മെല്ലെ 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 വലിച്ച് ലങ്സ് നിറയ്ക്കുക. ഓക്കെ, ഇവിടെ മെല്ലെ 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 എന്ത് ചെയ്യാം? ഒന്ന് നേരെ ഒന്ന് ചെയ്ത് നോക്കി, നേരെ തന്നെ ചെയ്ത് മെല്ലെ ഇനി ശ്വാസം വലിക്കുന്നത് ഇൻഹേൽ ചെയ്യുന്നത് പൂരകം, വിടുന്നതിനെ രേചകം, എക്സേൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ വാക്ക് പ്രയോഗിക്കാം. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. എക്സേൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടും, ഇൻഹേൽ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വലിച്ചു. ഒന്നോട് അപ്പോ ഇൻഹേൽ എക്സേൽ മനസ്സിലായി. പിന്നെ നമുക്ക് കുറച്ചു നേരം വേണമെങ്കിൽ അകത്ത് ബന്ധിപ്പിച്ചു നോക്കാം. എങ്ങനെ? നമ്മുടെ ഉള്ളിൽ പിടിച്ചു നിർത്താം. ഞാൻ അതുകൊണ്ടൊന്ന് കാണിച്ചത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ 1, 2, 3, 4, 5 എണ്ണും. അന്നേരം നേരെ പിടിച്ചു നിർത്തുക, എന്നിട്ട് എക്സേൽ ചെയ്യുക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale. Inhale. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale. ഓക്കെ, അപ്പൊ ഈ ശ്വസന പ്രക്രിയ പ്രാണായാമം ഇത് ഈ ശ്വസന പ്രക്രിയ അറിഞ്ഞുള്ള ശ്വസനം ശീലിക്കാൻ പാടില്ല. ഇനി നമുക്ക് തന്നെ അനുലോമ വിലോമ പ്രാണായാമം അങ്ങനെ കുറേ തരത്തിലേക്ക് പോകാം. ഇതാണ് ശീലിച്ചിട്ട് നമുക്ക് അടുത്ത രീതിയിലേക്ക് പിന്നെ ഓരോ ദിവസവും നമുക്ക് ഓരോ പഠിക്കാം. മനസ്സിലായി? ഇത് നന്നായി നിറച്ച് ശ്വാസം വലിക്കാൻ ആദ്യം പഠിക്കാം.
ശാന്തമായി ശീലിക്കണം. ഒത്തിരി ബലം പിടിച്ച് പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് പോലെ അങ്ങനെ ഒരു പ്രാണായാമത്തിന്റെ രീതി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 1, 2, 3 യോഗാസനം കൂടി. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ലൂസിനിങ്സേ ചെയ്തതാണ്. 2 യോഗാസനം ചെയ്യാം. നേരെ കൈ നേരെ കാലിൽ ചേർത്ത് വയ്ക്കുക. അല്ലെ, കാല് താഴെ വെച്ചാൽ കൈ താഴെ വയ്ക്കുക. ബലം പിടിക്കുക. നല്ല ശാന്തമാണ്. അർത്ഥം വരുന്നുണ്ട്. നമുക്ക് കാലിന് ബലം കിട്ടുന്ന നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽ ബലപ്പെടും. നമുക്കറിയാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഇടത്തെ കാലം അങ്ങനെ നേരെ വയ്ക്കുക. ഇടത്തെ കാലം നേരെ വെച്ചുകൊണ്ട് വിരലുകൾ കാലിന് നേരെ ഇരിക്കുന്നത് അതങ്ങനെ. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് ശാന്തമായിരിക്കും. ഒട്ടും ബലം പിടിക്കരുത്. ഒരു അസ്വാഭാവികത വേണ്ട. എല്ലാം ക്ലീനാണ്. യോഗയിൽ അഹിംസയാണ്. ശരീരത്തിൽ ഒരിക്കലും ഹിംസയ്ക്ക് വേദനിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. വലത്തെ കാലം ഒരു 45 ഡിഗ്രി ആണ്. വലത്തെ കാലം ശ്വാസം വലിച്ചുകൊണ്ട് ഞാൻ 1 പറയുമ്പോൾ പൊക്കിയാൽ മതി. 1 എന്ന് പറയുമ്പോൾ പൊക്കണം, 2 എന്ന് പറയുമ്പോൾ താഴ്ത്തണം. ഓക്കെ, ഇന്നിപ്പോൾ അതിന് ഞാൻ പിടിച്ചു നിർത്തുന്ന നമുക്ക് 1 എന്ന് പറഞ്ഞ് പൊക്കി പിന്നെ ഇത്ര സെക്കൻഡ് പിടിച്ചു നിർത്തി പിന്നെ താഴെ വെക്കണം. അതിന്റെ ക്രമം ഇപ്പൊ ഞാൻ നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യാം. കാലം നേരെ വെക്കുക. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പൊക്കണം. 2 എന്ന് പറയുമ്പോൾ മെല്ലെ താഴ്ത്തണം. ഓക്കെ, 1. കണ്ണുകൊണ്ട് ഇപ്പൊ ഈ വിരലുകൾ കാണാൻ സാധിക്കും. വിരലുകൾ നമ്മുടെ കണ്ണിന് എതിർദിശയിലേക്ക് അങ്ങോട്ട് പോകാറുണ്ട്. കണ്ണ് വിരലുകളിലേക്ക് നോക്കി നിൽക്കുക. നേരെ നോക്കുക. എന്നെ നോക്കണ്ട, നിങ്ങളുടെ കണ്ണ് ആ വിരലിലേക്ക് നോക്കി കല്ല് പൊളയാതിരിക്കുക. മെല്ലെ താഴെ വയ്ക്കുക. കൊണ്ടൊന്നും ഇടരുത്. ആ കാല് താഴേക്ക് പോകുമ്പോൾ എക്സൈൽ ചെയ്തുകൊണ്ട് വേണം താഴെ പുറനായിട്ട്. പൊങ്ങുമ്പോ കാല് പൊങ്ങുമ്പോ വളയാനൊന്നും വേണ്ട. നേരെ വടി പോലെ പൊങ്ങുക. നേരെ തന്നെ താഴേക്കും വരിക. കാല് 45 ഡിഗ്രിയാണ് പോകുന്നത്. നേരെ നിൽക്കുമ്പോൾ 90 ഡിഗ്രി വരും. ഇങ്ങനെ നേരെ നിൽക്കുമ്പോൾ അല്ലെ മട്ടം. ഇത് ഒരു 45 ഡിഗ്രിയിലാണ് അത്. അപ്പൊ ആ രീതി നിൽക്കുക. ഒന്നോടെ 10 കാലിന് പൊക്കിട്ട് വെച്ചില്ലാവട്ടെ. 1, 2 മെല്ലെ. വിഷമമൊന്നുണ്ടോ? പ്രയാസമൊന്നുണ്ടോ? ഇനി അടുത്ത കാലം 1. ഓക്കെ, 2. ഇപ്പൊ എനിക്ക് ബലം കിട്ടി. പിറകിലുള്ള നട്ടലിൽ 2 സൈഡിലുള്ള മസിലുകൾക്ക് ബലം കിട്ടി. നട്ടലില് ക്രമീകരിച്ചിരിക്കുന്ന കുഷിന് ബലം കിട്ടി. മനസ്സിലായി? ഈ കാലനങ്ങുമ്പോ ബ്രെയിനിലേക്ക് ശ്രദ്ധ വന്നു. ഓക്കെ, ഒന്നോടെ അടുത്ത കാലം നോക്കാം. 1. കൈതാണ്. ഓക്കെ, മെല്ലെ 2. എന്നെ നോക്കേ വേണ്ട, കാലിലേക്ക് വെച്ചാൽ മതി. എന്നെ ശ്രദ്ധിക്കേ വേണ്ട. പറഞ്ഞ കേൾക്കാലോ. നേരെ ശാന്തം. അവിടെ ഇരിക്കുന്ന ധരിക്കേ വേണ്ട. ഓക്കെ, ഒന്നുകൂടെ 2 കാലം മാറി ചെയ്യാം. മനസ്സിലായിരിക്കുന്നു. എന്തിനും തൊട്ടും ചോദിച്ചോളാം. എവിടെയെങ്കിലും പിടുത്തോന്നുണ്ടോ? അല്ല, മസിൽ പിടിക്കണ്ടോ? മസിൽ പിടിക്കേണ്ട ഞാൻ കാര്യമാണ്. ഓക്കെ, വലത്തെ കാല് 1, 2. എളുപ്പം തോന്നും. പക്ഷെ ജീവിതത്തിൽ കാല് അത് വളർത്താതെ പൊക്കാൻ പ്രയാസമായിരിക്കും. ശരിയല്ലേ? പക്ഷേ എങ്ങനെ പോയി പോകും നമുക്ക്. ആ കാലം നേരെ പൊക്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇതാണെന്ന് തോന്നും. പക്ഷെ ചെയ്ത് ഒരു പ്രയാസം. എത്ര നോക്കാം. 1, 2 മെല്ലെ. ഓക്കെ, ഇത് അടുത്തപ്പോ പകുതി അർത്ഥ പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാം. വളരെ ക്ലിയർ. ഇപ്പൊ 2 കൊല്ലം നോക്കണം നോക്കണം. ശ്വാസം വലിച്ചുകൊണ്ട് മെല്ലെ പൊക്ക 45 ഡിഗ്രി. കൈ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. 2 കൊല്ലം 2 ഒരേ സമയം. ഓക്കെ, 1, 2. കൈ പിടിക്കണ്ട, തല വെക്കണ്ട, ബലം പിടിക്കണ്ട, മസിൽ പിടിക്കണ്ട, പുഞ്ചിരി കളയണ്ട. നോട്ടം എങ്ങോട്ടായിരിക്കണം? കാലിന്റെ വിരലുകളിലേക്ക് തന്നെ ആയിരിക്കണം നോട്ടം. മനസ്സിലായില്ലേ? അതൊക്കെ നല്ല കൃത്യമായിട്ടിരിക്കണം. ശാന്തമായിരിക്കണം. ചെയ്യുമ്പോൾ നമ്മള് കൂടിച്ചിട്ട് കടി പിടിക്കും പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ,
തോന്നില്ലേ അല്ലേ? അപ്പൊ ഇതൊരു ഒരൊറ്റ ആഴ്ച കൃത്യമായിട്ട് ദിവസം അത് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ചെയ്യാനുള്ള കാര്യം വളരെ നിസ്സാരാന്ന് തോന്നും. ഇത് നമുക്ക് ഇപ്പൊ യോഗ മഴയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. മുറിക്കകത്ത് നല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ശുദ്ധമായി കിട്ടുന്ന മുറി ഇരുന്ന ആഴ്ച മതി. ദിവസം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ വേദനാസനം ചെയ്തു, വേദനാസനം ചെയ്തു. ഓക്കെ, ശാന്തായില്ലേ? നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്ട് ആദ്യം ചെയ്തു. നന്നായിട്ട് ആദ്യം ചെയ്തോണ്ട് കിടന്നുകൊണ്ട് തന്നെ ശ്വാസം നന്നായിട്ട് ഇരിക്കുകയും രക്ഷയും സ്ലോലി സ്മൂത്ത്ലി വളരെ ശാന്തമായി വളരെ സ്മൂത്തായി നന്നായിട്ട് ശ്വാസം എടുക്കും. നമ്മൾ ഇതിന് ഒഴുപ്പെടുത്ത ഊർജ്ജം നമ്മൾ കത്തിച്ചിട്ടോളൂ, കാറ്റിട്ട് കത്തിച്ചോളൂ. പിന്നെ കോസ്റ്റം കിട്ടിയാൽ മതി, ബോഡിയിൽ ആവശ്യമില്ലാത്തൊക്കെ കത്തിപ്പോവുകയും ചെയ്യും. ഓക്കെ ഓക്കെ, നമുക്ക് ഇതോടുകൂടി ചേർന്ന് തന്നെ എളുപ്പമുള്ളവരും ചെയ്യാം. സാധാരണ ചെയ്യാം പവനമുദ്രാസനം, അർത്ഥപവനമുദ്രാസനം ചെയ്യാം. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലത്തെ കാലിൽ പാതി കൊണ്ടുവരുന്നത്, എന്നിട്ട് ഞാൻ 1 എന്ന് പറയുമ്പോൾ പോക്കുക, 2 എന്ന് പറയുമ്പോൾ മടക്കുക, അങ്ങനെ 3 എന്ന് പറയുമ്പോൾ വട്ടം പിടിക്കാം. 2 കൈ കൊണ്ട് ആ കാല അവിടെ അങ്ങനെ വയ്ക്കരുത്, കാല അവിടെ അതാണ് വയ്ക്കുക. ഇനി പിടിച്ച് അങ്ങനെ. ഓക്കെ, ഇനി 4 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ശ്വാസം വിട്ടുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് ട്രൈ ടു ടച്ച് വേറെ. ഓക്കെ, മനസ്സിലായോ? നേരെ എടുക്കുക, മനസ്സിലായില്ലേ? 1 എന്ന് പറയുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് കാൽ പൊക്കുന്നു, 2 എന്ന് പറയുമ്പോൾ നടക്കുന്നു, 3 എന്ന് പറയുമ്പോൾ വട്ടം പിടിക്കുന്നു, 4 എന്ന് പറയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് കവാലം നെറ്റി അവിടെ പിടിക്കാൻ നോക്കുന്നു. അപ്പൊ അങ്ങനെ ആ മുച്ചിനോട് നിൽക്കുക, വയറൊക്കെ ഒതുങ്ങി അമുങ്ങി, ഇതിനൊക്കെ വളരെ രാവിലെ പ്രഭാതാപങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നടക്കും, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഓക്കെ ആക്കി. ഇനി 5 എന്ന് പറയുമ്പോ കൈ വിട്ട് നിവർത്തി, കൈ വിട്ട് മെല്ലെ നിവർത്തി, കാല് തൊട്ട് മെല്ലെ കാണിക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്യാം. കാലാണ് വെക്കാം, നേരെ വയ്ക്കും. ഓക്കെ, കാലാക്കി നോക്കണം. 1 കാല് നോക്കുക, 2 മടക്കി കൈ പിടിക്കാൻ ഞാൻ പറഞ്ഞില്ല. 3 പിടിക്കുക. ഇനി ശ്വാസം വിട്ടോളൂ. 4 ഉണ്ടോ? ഇനി 5 കൈ വിടണം, കാൽ നിർത്തണം. 5 6 മെല്ലെ മെല്ലെ അങ്ങ് വശോട്ട് വീട് കേട്ടോ. സാവകാശം ബോഡിയുടെ ഓരോ മക്കളിൽ ഒരു സ്ഥലത്തും പ്രത്യേക വിഷമം കൊടുക്കാൻ വേണ്ട, സാവധാനം തന്നെ ചെയ്യും. ഓക്കെ, വലത്തേക്കാല് അപ്പം ചെയ്തത്. ഇനി ഇടത്തേക്കാൽ നോക്കണം. 1 അപ്പ്, 2 മടക്കുക, 3 പിടിക്കുക, മെല്ലെ മെല്ലെ. 4 ശ്വാസം വിട്ടോട് നെറ്റി പിടിക്കുക. ഓക്കെ, 5 കൈ പിടിക്കുക, കാല് പൊക്കുക. കാല് പൊക്കിയിട്ട് വേണം ഇങ്ങനെ. നല്ല ഓക്കെ, അപ്പൊ ഒരു കാല് ഇങ്ങനെയല്ല, പിന്നെ 2 കാലും മാറി മാറി ചെയ്യുക. കാല് പൊക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, മടക്കാൻ. മടക്കിയിട്ട് വേണം നമ്മൾ മെല്ലെ ശ്വാസം വലിച്ചു പിടിച്ച് ഉയർന്നുകൊണ്ട് പിടിക്കാൻ. ആ പോണ പൊക്കിൽ ശ്വാസം അടുത്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും മാറി പുറത്തേക്ക് വിടുക. ദെൻ 5 പറയുമ്പോൾ കൈ വിട്ട് കാല് ഉയർത്തി മെല്ലെ നമ്മളിങ്ങനെ ഒരു പള്ളിയിലിരിക്കണം, മെല്ലെ 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 എന്ത് ചെയ്യണം, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തണം. ഓക്കെ, ഇത് 2 കാലം ചെയ്തു, പ്രയാസമില്ലാത്ത കാര്യമില്ല. 2 കാലം ഒപ്പം ചെയ്തു. അപ്പൊ ആദ്യത്തെ പോലെ വേദനാസം ചെയ്ത് 2 കാലും പൊക്കും, പൊക്കിയിട്ട് മടക്കും, മടക്കിയിട്ടും എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് പിടിക്കും. പിടിച്ചിട്ട് ശ്വാസം വിടും, വിട്ടിട്ട് ഓക്കെ ഗുഡ്. ഓക്കെ, 1 അപ്പ് കാല്, 2 മടക്ക് ശരിക്കും മടങ്ങും. 3 പിടിച്ചോ, 4 നോക്കട്ടെ മുട്ടിച്ചോ, കൈ ചേർത്ത് കോർത്ത് പിടി, കൈ പുറത്തേക്ക് പിടിച്ചു. 5 മെല്ലെ വിട്ടിട്ട് കാല് പൊക്കി കൈ. പിന്നെ നിങ്ങൾ വന്ന് ഇരിക്കുക ചെയ്യരുത്, ഇപ്പൊ ഇരിക്കുക ചെയ്യരുത്, ഇരിക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് ആ കാല് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നേരെ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടുപ്പിക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരുന്നോണ്ട് അടുപ്പിക്കും.
മനസ്സിലായി? ആ അർത്ഥത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യണം. ആ ആ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി ഇവിടെ ഉയർത്തി അടി അങ്ങനെ അങ്ങനെ കേട്ടോ ഇരുന്നോ ശരിക്കും അടുക്കട്ടെ അങ്ങനെ ഒന്ന് മുട്ട മുട്ടിക്ക് അടുക്കട്ടെ അങ്ങനെ അപ്പൊ ഇരിക്കും അപ്പൊ ഇട്ടു ഇരിക്കരുത് ഒന്ന് ശ്രമിച്ചാൽ ആ നോക്കട്ടെ ആ സർപ്പടെ ശ്രമിച്ച് കൈ പുറത്ത് പിടിച്ചു അപ്പൊ എന്നെ വിട്ടു പോകില്ല ബാലൻസ് ചെയ്യണം ആ ബാലൻസിലാണ് പ്രശ്നം നിൽക്കണേ ആ ബാലൻസ് പ്രശ്നം ഓക്കെ കൈ വിട്ടിട്ട് ഇത് അടുത്ത ക്ലാസ് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ബാലൻസ് കിട്ടും ഒരു 3-4 ക്ലാസ് ചെയ്ത് വരുമ്പോൾ ബാലൻസ് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കരുത് മനസ്സിലായി കിടന്ന രീതി ചെയ്തിട്ട് ആ ബാലൻസിലായിരിക്കണം കാല് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ മറന്ന് നോക്കാം ചെയ്തല്ലേ 3-4 ചെയ്തു നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ നട്ടല് നമ്മൾ ഇങ്ങോട്ട് വളയ്ക്കരുത് പലപ്പോഴും ആളുകൾ എവിടെയെങ്കിലും ബുക്ക് നോക്കി മാത്രം ചെയ്യും അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അനാട്ടമിക് ലെവലിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചോ നട്ടലിനെ കൂടി അനക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കണം അപ്പൊ നമുക്ക് ശലഭാസം വെച്ച് നേരെ കടന്നിടും കൈ ബാക്കിലേക്ക് വെച്ചു സാധനമായി കിടക്കും അങ്ങനെ കിടന്ന് നമുക്ക് ഭംഗിയായിട്ട് കിടക്കാൻ പറ്റും കൈ വേണമെങ്കിൽ ഇങ്ങനെ കാടൊക്കെ വെച്ച് വിശ്രമിക്കാം വിശ്രമിക്കാൻ സുഖല്ലേ നല്ല വിശ്രമാർഗമാണ് നട്ടല് മുകളിൽ വരുന്നതുകൊണ്ട് ഇപ്പൊ സുഖമാണ് വിശ്രമിക്കുന്നത് നട്ടലിലെ പ്രയാസമുള്ള ഇങ്ങനെ കിടന്ന് വിശ്രമിക്കാൻ നല്ലത് കാരണം കോഴിയുടെ കാലം ഇപ്പൊ നട്ടലിലേക്ക് വരുന്നില്ല ഇങ്ങനെ കിടന്ന് വിശ്രമിക്കാം കുഴപ്പമില്ല മനസ്സിലായില്ലേ ഭക്ഷണം കഴിച്ചിട്ടല്ല നമ്മളങ്ങനെ യോഗ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് വിശ്രമിക്കാം ഓക്കെ ഇനി കൈ ബാക്കിലേക്ക് കൊണ്ടുവരും കാലിന്റെ അടുത്ത് കൊണ്ടുവരും ബാക്കിലേക്ക് പറഞ്ഞാൽ കൈ ബാക്കി കാലിന്റെ അടുത്ത് അല്ല താഴെ വെച്ചോ ഓക്കെ ഇനി വലത്തെ കാല് മാത്രം എന്താ എഴുതാല് വലത്തെ കാലം പിടിച്ചോ വലത്തെ കാലം പിടിച്ചോ ആ ഓക്കെ പിടിക്കില്ലേ കാലം നടത്തോട്ടെ അത് വേണ്ട വേറെ ആസനം നേരെ കാല് വലത്തെ കാല് വെച്ചുകൊണ്ട് കാല് വളയാതെ പൊക്കണം ആ വലത്തെ കാല് അങ്ങനെ കാല് അങ്ങനെ മെല്ലെ താഴെ ഇപ്പൊ ആദ്യം അങ്ങോട്ട് നോക്കിയെങ്കിൽ ഇപ്പൊ തിരിച്ച് ഉയർത്തണം ഇനി ഇടത്തെ കാല് വൺ അപ്പ് മറ്റേ അങ്ങോട്ട് കാലം അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നല്ലേ ഓക്കെ മെല്ലെ ഈ നേരെ ഇരിക്കുന്ന കാല് വളയാതെ ഇരിക്കണം ഉയർന്ന കാല് എന്ത് ചെയ്യരുത് വളയരുത് എലിയുടെ ഭാഗത്തായിരിക്കണം മുകളിൽ വില കൊടുത്ത് മുകളിലേക്ക് പോകേണ്ടത് വലത്തേക്കാല് ഓക്കെ കാല് പതിച്ചു വെച്ചോ മറ്റേക്കാല് വലത്തേക്കാല് വൺ അപ്പ് ഭയങ്കര വളഞ്ഞൊക്കെ പോകണെന്താ നേരെ പോകട്ടെ ആ അടുത്തേക്കാല് വൺ അപ്പ് കാല് പതിപ്പിച്ച് പാദം വെക്കാൻ പ്രയാസം ഉണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെ ശരിയാവും പതിപ്പിച്ച് വെക്കാൻ ശ്രമിക്കാം എല്ലാം ചിലപ്പോൾ മസിൽ കയറുന്ന പോലെ തോന്നും പതിച്ച് വെക്കുന്നത് നമുക്ക് അതുപോലെ പതിച്ച് വെക്കാൻ ശ്രമിക്കാം ഇനി മാറി നമ്മുടെ വലത്തെ കാല് വൺ അപ്പ് ടു കാല് അപ്പ് വൺ അങ്ങോട്ട് വളയാതെ ഇതുപോലെ വളയാതെ നേരെ നേരെ ഓക്കെ പൊക്കുമ്പോ ശ്വാസം വെച്ച് താത്തുമ്പോ ശ്വാസം വിടണം ഇനി സ്വന്തമായിട്ട് അതൊക്കെ ഞാൻ മണ്ണ് ഓർമ്മ ചെയ്യണം ഇടയ്ക്കിടെ തന്നെ നോക്കണ്ട നിങ്ങൾ തന്നെ എഴുതിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതി ഞാൻ മണ്ണ് പറയും പൊക്കുക ശ്വാസം വലിച്ചുകൊണ്ട് പൊക്കുക ചൂ എന്ന് പറയുമ്പോൾ ശ്വാസം ഇട്ടുകൊണ്ട് മെല്ലെ താഴെ വെക്കാം ഓക്കെ സ്ലോലി ഡൗൺ അടുത്ത ഇങ്ങനെ ഒന്ന് പൊക്കാൻ പിടിക്കുക കുറച്ച് പ്രാവശ്യം പൊക്കി കഴിയുമ്പോൾ ഉയർത്തലൊരു താളാത്മകമായിട്ട് മാറും ഒന്ന് പിടിച്ച് പോലെ വണ്ടി വൈകി ഒന്ന് പൊക്കി താഴെ അങ്ങനെ ഞാൻ പാടില്ല സാവധാനം ഉയർത്തുക സാവധാനം താഴെ ഓക്കെ ഇത് നമുക്ക് ഒപ്പം പൊക്കി വെക്കാം സൂപ്പറാണ് രണ്ട് കയറും ഒപ്പം പക്ഷെ വളയാൻ പാടില്ല ഞാൻ പറയാം എന്തെങ്കിലും മതി നേരെ കാല് വെച്ച് നേരെ വെച്ച് ഇനി വാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം രണ്ട് കാലം ഒപ്പം പൊക്കണം ഒരു കാര്യം ഞാൻ അങ്ങനെ ചാടാൻ പാടില്ല പറ്റുന്നിടത്തോളം പൊക്കി മതി പൊക്കാൻ ശ്രമിക്കുക ആ ശ്രമം കൊണ്ട് തന്നെ കാര്യം ശരിയായിക്കൊള്ളു ഓക്കെ
മെല്ലെ ശ്വാസം വെച്ച് ഇതേ കണ്ടോ ഏത് കാലം ആദ്യം പോയി മറ്റേ കാലം പതുക്കെ പൊക്കിയാൽ മതി. ഒപ്പം അങ്ങനെ പൊക്കട്ടെ. ഇത് കണ്ടപ്പോ രണ്ട് പൊക്കാൻ പ്രയത്നമല്ലേ. അപ്പൊ നമ്മുടെ എലിയുടെ ഭാവമൊക്കെ നല്ല ബലം കിട്ടിക്കൊള്ളും. വയറിന്റെ ഭാഗം ബലം കിട്ടും. കാലിന്റെ മസിൽ ഡൈനസിസിനൊക്കെ ബലം കിട്ടും. ഓക്കെ, ഒന്നുകൂടെ ശ്രമിക്കാം. ഒത്തിരി ബലം കൊടുക്കണ്ട, പറ്റുന്നോളം ചെയ്യാം. ഓക്കെ, ഒപ്പം റിലാക്സ് ചെയ്യണം. ശ്വാസം നന്നായിട്ട് വലിച്ചു കിട്ടും. അപ്പം വിഷമം പറയും. ഓക്കെ, ഇങ്ങനെ നോക്കിയിട്ട് 5 മിനിറ്റ് 7 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ പിടിച്ചു പോവാം. അല്ല, അത് കൂടുതൽ നേരം 2 മിനിറ്റ് വരെ പിടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ വയറിന്റെ ഭാഗത്തുണ്ടല്ലോ നല്ല ബലമായിരുന്നു. ഓക്കെ, എഗെയിൻ ഒന്നടെ ക്ഷീണിച്ചോ ക്ഷീണിച്ചോ. അപ്പൊ ഒരു 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 പ്രാവശ്യം ഒപ്പം എഴുതിച്ച് ഒറ്റ പ്രാവശ്യം 2 കാലം ശാന്തമായി വെക്കുക. നന്നായി ശ്വാസം വലിച്ചു വിടുക. റിലാക്സ് ചെയ്യുക. താഴൊക്കെ റിലാക്സ് ചെയ്യുക. അങ്ങനെ ഒന്നും വാശി പിടിക്കണ്ട. പതുക്കെ പതുക്കെ ഒരു 3-4 ദിവസം മുമ്പൊക്കെ ചെയ്യാവുന്നതുള്ളൂ. മെല്ലെ ചെയ്യുക. ശാന്തമായി ചെയ്യുക. ഡെയിലി ചെയ്യുക. സമയത്ത് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒറ്റ പ്രാവശ്യം. ഓക്കെ, മെല്ലെ അത് പൊങ്ങണ്ട. കാല് മാത്രം ശാന്തമായിട്ട്. ഓക്കെ, കേട്ടോ. കഴുത്തെ പിടിച്ചിങ്ങനെ വരെ പിടിച്ചു നോക്കണ്ട. കാല് വരെ മെല്ലെ മെല്ലെ മെല്ലെ. ഓക്കെ, ഇനി മെല്ലെ വളർന്നു വെക്കുക. മെല്ലെ നമ്മള് നേരെ യോഗ കഴിഞ്ഞിട്ട് എഴുന്നേക്കാനും പറഞ്ഞാൽ ഇല്ലേ? ഇങ്ങനെ ഇടത്ത കൈ നെഞ്ചത്തേക്ക് വയ്ക്കുക. ഇടത്ത കൈ വലത്ത കൈ ബാക്കിലേക്ക് വയ്ക്കുക. ഇടത്തെ കാല് കുത്തി വയ്ക്കുക. ഇടത്തെ കാല് കുത്തി വയ്ക്കുക. നല്ല കഴിഞ്ഞിട്ട് വയ്ക്കുക. വലത്തോട്ട് ചെയ്യുക. റൈറ്റിലേക്ക് ചെല്ലും. റൈറ്റ് ചെല്ലും. ഇനി ഇടത്തെ കൈ നിലത്ത് കിട്ടുക. 2 കൈ കിട്ടുക. മെല്ലെ എന്നിട്ട് മെല്ലെ അതോട് മെല്ലെ അത് നല്ലതായിരുന്നു. അങ്ങനെ മെല്ലെ നമ്മുടെ 2 കൈ ഇങ്ങനെ 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 വരില്ലേ? ഇങ്ങനെ വരില്ലേ? മെല്ലെ. അപ്പൊ ശരീരത്തിന് ഒരു പ്രത്യേക ഭാഗം എന്ത് ചെയ്യാൻ പാടില്ല. കൊടുക്കാൻ പാടില്ലാതെ. അടുത്ത ദിവസം കൂടുതൽ ചെയ്ത് ഓരോ ദിവസവും ശ്രദ്ധിച്ചാൽ മതി. മെല്ലെ 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 ഒരു എല്ലാ കാലം ഒന്നിച്ച് 1 ദിവസം കൊണ്ട് പഠിക്കല് ശരിയല്ല, സുഖമാവില്ല. ഒക്കെ ശാന്തമായി കുറേശ്ശെ പഠിക്കുക. അപ്പം ഇനി നമുക്ക് ഇതിലുള്ളത് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കണം അല്ലേ? പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കണം. അതിൻ്റെ ഒരു പിന്നെ ഗുരുവന്ദനത്തോടെ അവസാനിപ്പിക്കണം. അപ്പൊ നമ്മള് വജ്രാസനത്തിൽ കൊണ്ടിരിക്കുന്നുണ്ട്. വജ്രാസനം ഇരുന്നിട്ട് നമ്മുടെ അറിവ് വെളിച്ചം അല്ല ചെയ്തിട്ട് അതിന് പ്രാർത്ഥന കുഴപ്പമില്ല. ഗുരുവെ നമ്മൾ കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും ഗുരുത്വത്തെയും എല്ലാ നന്മകളെയും ഗുരുവിന്റെ ഭാവം നമ്മൾ മനസ്സിൽ കാണുകയും ആ ഗുരുത്വത്തെ നമ്മൾ നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ കഴിഞ്ഞിട്ടോടെ അവസാനിപ്പിക്കാൻ പ്രാർത്ഥന നമ്മൾ ചൊല്ലി അവസാനിപ്പിക്കണം. ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച ആദ്യത്തെ പോലെ കൈകൾ ചിന്ത തന്നിരിക്കുക. പൂർണ്ണമിദം പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഓർക്കുക. എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും മനസ്സിലാക്കുക. നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും അയൽവക്കക്കാരെയും സുഹൃത്തുക്കളെയും ഓർക്കുക.
പഠിക്കുന്ന വിദ്യാലയത്തെ ഓർക്കുക, ഗുരുക്കന്മാരെ ഓർക്കുക. നമുക്കറിയാവുന്ന രോഗികളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓർക്കുക. അവർക്കെല്ലാം ക്ഷേമം മനസ്സിലാക്കി ലോകത്തിന് മുഴുവൻ ക്ഷേമവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കി. ഇനി നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും നമ്മുടെ ആഗ്രഹമുണ്ടായ ക്ഷേമത്തെ പ്രതി പുഞ്ചിരിയോടെ സന്തോഷം. നമ്മുടെ നന്മയുടെ ഭാഗമാണ് നമ്മൾ തീരുമാനിക്കുക. നമുക്ക് ആരോടും വിദ്വേഷമില്ല എന്ന് ഉറപ്പാകുന്നു, ദേഷ്യമില്ല എന്ന് ഉറപ്പാകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞ് നിരപ്പാകും. ഇനി കൈകൾ തമ്മിൽ കൂട്ടി ശക്തിയായിട്ട് നന്നായി കൂട്ടിയിട്ട് ചൂടാവുക. എന്നിട്ട് ആ കണ്ണിന്റെ മുകളിലേക്ക് വെച്ച് മുഖം പയ്യെ തലവില്ല 3 പ്രാവശ്യം വീണ്ടും ഒന്നോടെ നന്നായിട്ട് കൈ കൂട്ടിച്ച് നന്നായിട്ട് കൂട്ടി. എന്നിട്ട് കണ്ണിന്റെ മുകളിലേക്ക് വെച്ച് കണ്ണിന് ചൂട് കൊടുത്ത് മുഖം ഒന്നോടെ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ചൂട് ആക്കിയിട്ട് കൈ ഇങ്ങനെ വെച്ച് അവർക്ക് ചിരിയാസം. ചിലപ്പോൾ നമുക്ക് ഞങ്ങളുടെ ചില സ്ഥലത്ത് ഇങ്ങനെ ഉറക്കച്ചിരി, ഞാൻ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ചിരിച്ചോണ്ട് തന്നെ ചിരിക്കുന്ന വളരെ സന്തോഷമാണ്. ഇനി വജ്രാസനത്തിരിക്കുക, ഇതുപോലെ വജ്രാസനത്തിരിക്കുക. എന്നിട്ട് കൈകൾ കൂട്ടി കൈ കാലുവാ എങ്കിൽ തന്നെ ഇരിക്കാം. അഭ്യസിക്കുന്നത് ദൈവം എല്ലാവരും